കൊടകരയിൽ ഇരുനില കെട്ടിടം തകർന്ന് വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. ബംഗാൾ സ്വദേശികളായ രാഹുൽ, റൂബേൽ, ആലിം എന്നിവരാണ് മരിച്ചത്. കെട്ടിടം തകർന്ന സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് കളക്ടർ അർജുൻ പാണ്ഡ്യൻ. കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം സംബന്ധിച്ച് ജില്ലാ കളക്ടർമാരോട് പരിശോധന നടത്താൻ ആവശ്യപ്പെടുമെന്ന് മന്ത്രി കെ രാജൻ. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ പരിശോധിച്ച് തൊഴിലാളി വകുപ്പുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. നമസ്കാരം. വാർത്തകൾ വിശദമായി. കൊടകരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. ബംഗാൾ സ്വദേശികളായ 3 പേരാണ് മരിച്ചത്. രാഹുൽ, റൂബേൽ, ആലിം എന്നിവരാണ് മരിച്ചത്. കൊടകര ജംഗ്ഷനിൽ നിന്നും വെള്ളിക്കുളങ്ങരയിലേക്കുള്ള റോഡിൽ ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച ഓടിട്ട 2 നില കെട്ടിടമാണ് രാവിലെ പൂർണ്ണമായും ഇടിഞ്ഞു വീണത്. 40 വർഷത്തോളം പഴക്കമുള്ള ഇരുനില കെട്ടിടമാണിത്. ആകെ 15 പേരാണ് കെട്ടിടത്തിൽ ഉണ്ടായിരുന്നത്. 9 പേർ ഓടി രക്ഷപ്പെട്ടു. ചെങ്കല്ല് കൊണ്ട് നിർമ്മിച്ച കെട്ടിടം കനത്ത മഴയെ തുടർന്ന് തകരുകയായിരുന്നു. അപകട വിവരം അറിഞ്ഞ് ജില്ലാ കളക്ടർ സ്ഥലത്തെത്തി കൂടുതൽ വിവരങ്ങളുമായി കൊടകരയിൽ നിന്നും ലോനപ്പൻ ചേരുന്നു. ലോനപ്പൻ, ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. 3 അതിഥി തൊഴിലാളികളാണ് മരിച്ചിരിക്കുന്നത്. മറ്റുള്ളവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കളക്ടർ ഈ സ്ഥലം സന്ദർശിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ വർഷങ്ങളായി അതിഥി തൊഴിലാളികൾക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്ന ഒരു കെട്ടിടമാണിത്. ഇത് അധികൃതരുടെ ഒരു കടുത്ത അനാസ്ഥയാണല്ലോ. എന്തൊക്കെയാണ് മറ്റു വിശദാംശങ്ങൾ? പ്രിയങ്ക, ഇന്ന് രാവിലെ ഏകദേശം 6 മണിയോടുകൂടിയാണ് ഈ നാടിനെ നടുക്കിയ ദുരന്തം ഇവിടെ ഉണ്ടായത്. കൊടകര പഞ്ചായത്ത് ഓഫീസിനും കൊടകര ബസ് സ്റ്റാൻഡിനും സമീപത്തുള്ള വ്യാപാര സ്ഥാപനങ്ങളുടെ പുറകിലുള്ള ഒരു പഴയ ഇരുനില കെട്ടിടമാണ് ഈ തൊഴിലാളികൾ താമസിച്ചിരുന്നത്. ഇത് രാവിലെ ഇവർ ജോലിക്ക് പോകാനായിട്ട് തയ്യാറെടുക്കുന്നതിനിടെയാണ് ഈ അപകടം ഉണ്ടായത്. അപ്പൊ ശബ്ദം കേട്ട് ഈ കെട്ടിടത്തിന് താഴെ നിലയിൽ താമസിച്ചിരുന്ന തൊഴിലാളികൾ ഇറങ്ങി ഓടി എന്ന് പറയുന്നു. അതേസമയം ഇതിന്റെ മുകൾ നിലയിൽ ഉണ്ടായിരുന്ന 3 പേർക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞില്ല. അവർ ഓടിയിറങ്ങുന്നതിനിടെ ഈ കെട്ടിടം ഇടിഞ്ഞു വീഴുകയായിരുന്നു. അപ്പൊ കെട്ടിടത്തിന്റെ മുൻഭാഗത്ത് കുറച്ച് ഭാഗം കോൺക്രീറ്റ് മേൽക്കൂര ഉള്ളതാണ്. ഈ മേൽക്കൂരയ്ക്ക് അടിയിലാണ് ഈ അപകടത്തിൽപ്പെട്ട തൊഴിലാളികൾ കുടുങ്ങിയത്. അപ്പൊ പുതുക്കാട് നിന്ന് ഫയർഫോഴ്സും അതുപോലെ തന്നെ ചാലക്കുടിയിൽ നിന്നും ഫയർഫോഴ്സ് എത്തിയാണ് മൃതദേഹങ്ങൾ ഒരുപാട് സമയത്ത് ഏകദേശം 3.5 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഈ 3 പേരുടെയും മൃതദേഹങ്ങൾ പുറത്തെടുക്കാൻ കഴിഞ്ഞത്. ഇവരെ പുറത്തെടുത്ത് ഇവരിൽ ഒരാൾക്ക് പുറത്തെടുക്കുമ്പോൾ ജീവനുണ്ടായിരുന്നു. പക്ഷെ സമീപത്തെ കൊടകരയിൽ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും ആ തൊഴിലാളിയും മരണപ്പെടുകയാണ് ഉണ്ടായത്. പ്രിയങ്ക. ശരി ലോനപ്പൻ. കൊടകരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. നീണ്ട 3.5 മണിക്കൂർ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. 3 തൊഴിലാളികളാണ് മരിച്ചിരിക്കുന്നത്. രാഹുൽ, റൂബേൽ, ആലിം എന്നിവരാണ് മരിച്ചിരിക്കുന്നത്. തുടങ്ങിയ വിവരങ്ങളാണ് ലോനപ്പൻ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം സംബന്ധിച്ച് ജില്ലാ കളക്ടർമാരോട് പരിശോധന നടത്താൻ ആവശ്യപ്പെടുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. കൊടകരയിൽ കനത്ത മഴയിൽ കെട്ടിടം ഇടിഞ്ഞു വീണ് 2 അതിഥി തൊഴിലാളികൾ മരിച്ച സാഹചര്യത്തിലാണ് മന്ത്രി ഇടപെടുമെന്ന് ഉറപ്പ് നൽകിയത്. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ പരിശോധിച്ച് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി ഉറപ്പ് നൽകി.
സംസ്ഥാനത്ത് പരക്കെ മഴ. തൃശൂർ ഉൾപ്പെടെ 5 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലർട്ട്. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ടാണ്. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിനും വടക്കൻ ആന്ധ്രാപ്രദേശും മുകളിലായി സ്ഥിതി ചെയ്യുന്ന ചക്രവാത ചുഴി ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ചതോടെയാണ് മഴ കനത്തത്. മഴയ്ക്കൊപ്പം 60 കിലോമീറ്റർ വരെ വേഗത്തിൽ വീശുന്ന കാറ്റിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവില്ലാമലയിൽ ശക്തമായ മഴയിൽ വീട് വെള്ളക്കെട്ടിൽ. തോപ്പിൽ വീട്ടിൽ ഗോകുലിന്റെ വീടാണ് 2 ദിവസമായി വെള്ളക്കെട്ടിൽ തുടരുന്നത്. ശക്തമായ മഴ തുടർന്നാൽ കൂടുതൽ വെള്ളം വീട്ടിലേക്ക് കയറുമെന്ന ആശങ്കയിലാണ് വീട്ടുകാർ. വയോധികരായ ഗോകുലനും ഭാര്യയും മകളും ചെറിയ കുട്ടിയും മാത്രമാണ് വീട്ടിൽ താമസം. തിരുവില്ലാമല പെരിങ്ങോട്ടുകുറിശി പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന പട്ടിപ്പറമ്പ് ഏരുകുളം ചൂലന്നൂർ റോഡ് കുഴികൾ നിറഞ്ഞ് തോടായി മാറിയതോടെ ദുരിതത്തിലായി പ്രദേശവാസികൾ. തിരുവില്ലാമല പഞ്ചായത്ത് അധികാരികൾ അശാസ്ത്രീയമായി കോറി വേസ്റ്റും കൊണ്ടിട്ടതോടെ അപകടത്തിലായി മാറിയിരിക്കുകയാണ് ഏരുകുളം ചൂലന്നൂർ റോഡ്. ചൂലന്നൂർ ഫോറസ്റ്റ് സ്റ്റേഷന്റെ കീഴിലുള്ള വനപ്രദേശത്ത് കൂടെ കടന്നുപോകുന്ന റോഡിൽ വന്യജീവി ശല്യവും പതിവാണ്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡ് സഞ്ചാരയോഗ്യമാക്കി നൽകണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. തിരുവില്ലാമലയിൽ മാർക്കിംഗ് ഇല്ലാത്ത ഹമ്പുകൾ പൊതുജനങ്ങളുടെ ജീവന് ഭീഷണിയാകുന്നു. തിരുവില്ലാമല ഗ്രാമീണ വായനശാലയ്ക്ക് മുൻവശത്തുള്ള വില്ലാതിരിനാഥ ക്ഷേത്രത്തിലേക്കുള്ള റോഡിലാണ് ഹമ്പുകൾ സ്ഥാപിച്ചിട്ടുള്ളത്. സ്വകാര്യ സ്കൂൾ കെട്ടിടത്തിന്റെ ഇരുവശങ്ങളിലുമായാണ് റോഡിൽ ഹമ്പ് നിലനിൽക്കുന്നത്. മാർക്കിംഗ് ഇല്ലാത്തതിനാൽ വാഹനയാത്രക്കാർക്ക് ജീവന് ഭീഷണിയാണ് ഈ ഹമ്പുകൾ. ഹമ്പുകൾ തിരിച്ചറിയുന്നതിനായി ആവശ്യമായ നടപടികൾ അധികാരികൾ സ്വീകരിക്കണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. രണ്ട് ഹമ്പുണ്ട്. ഇവിടെ നമുക്ക് ഗ്രാമീണ വായനശാല, KICD സ്കൂളൊക്കെ ഉണ്ട്. 2 ഹമ്പിട്ടുണ്ടാവുന്നു ഇവിടെ. ആ ഹമ്പിലൊരു മാർക്ക് പോലും ഇല്ല. പല 2 വീലറുകാരും വീണുകൊണ്ടിരിക്കുന്നത്. ഈ മാർക്കില്ലാത്തതുകൊണ്ട് അവിടെ വരുമ്പോഴാണ് ഇതറിയണത്. അപ്പോൾ ബ്രേക്ക് ഇടം മറിഞ്ഞു വീഴും. ഓട്ടോക്കാരായാലും ശരി, ഓട്ടോക്കാർക്കും ഇതറിയില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ കേരള പ്രദേശ് ഗാന്ധി ദർശൻ വേദി കുന്നംകുളം ഗുരുവായൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുന്നംകുളം മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിൽ ലഹരിവിരുദ്ധ ലഘുലേഖകൾ വിതരണം ചെയ്തു. ലഹരിവിരുദ്ധ പ്രതിജ്ഞയും ചെയ്തു. കസ്തൂർബ ഗാന്ധി ദർശൻ വേദി സംസ്ഥാന വൈസ് ചെയർപേഴ്സൺ രേണുക മേനോൻ, കുന്നംകുളം മുനിസിപ്പൽ കൌൺസിലർ മിഷ സെബാസ്റ്റ്യൻ, ശശിധരൻ വൈലത്തൂർ എന്നിവർ നേതൃത്വം നൽകി. ദേശമംഗലം പഞ്ചായത്ത് അംഗം PI ഷാനവാസിന്റെ വീട്ടിൽ അർദ്ധരാത്രിയിലെത്തി പോലീസുകാർ ഭീഷണിപ്പെടുത്തിയതായി പരാതി. അർദ്ധരാത്രി സ്ത്രീകളടക്കമുള്ള ആളുകളെയും മറ്റും CI അടക്കമുള്ള പോലീസ് ഉദ്യോഗസ്ഥരും ചേർന്ന് ഭീഷണിപ്പെടുത്തി എന്നാണ് പരാതി. ഇതിനെതിരെ പ്രതിഷേധവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനമെന്ന് ഷാനവാസ് പറഞ്ഞു. എന്നാൽ അന്വേഷണത്തിന്റെ ഭാഗമായി ഷാനവാസിനെ വിളിക്കാൻ ചെന്നപ്പോഴാണ് ഇദ്ദേഹം പ്രകോപിതനായതെന്നും ഉദ്യോഗസ്ഥരും പറയുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ ചേരിതിരിഞ്ഞ തർക്കങ്ങൾക്ക് കാരണമായിരിക്കുകയാണ്. വീട്ടിൽ കയറിയിട്ട് അഭിമാനിക്കേ താനയുടെ കൊണ്ട് ജീവിക്കണ്ടേ? അങ്ങനെ പിണറായി വിജയൻ മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ. അങ്ങനെ പിണറായി വിജയൻ മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ. തങ്ങളാന്ന് പറയണ്ട. ഈ പിണറായി വിജയൻ മാത്രമല്ല ഇവിടെ ഉണ്ടാവുള്ളൂ. നിങ്ങൾ രാത്രി വീട്ടിൽ കയറിയുണ്ട് ഈ സ്ത്രീകളിൽ. ഞാൻ യൂസസ് ഞാൻ കൊടുത്തുള്ള പരാതി, ഞാൻ കൊടുക്കുന്ന പരാതി നീ വഷളാക്കണ്ട. ഞാൻ കയറി വന്നിരിക്കുക അർദ്ധരാത്രി. രാത്രിയുള്ള സമയത്ത് 12 എന്തിനാ അവര് വരുന്നതെന്ന് ആലോചിക്കുന്നത്. ഇടവേള. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്.
വാർത്തയിലേക്ക്. പറവട്ടാനി ചർച്ച് സ്ക്വയർ മാർ അദായ് സ്ലിഹ പള്ളിയിലെ മാർ തോമസ് സ്ലിഹായുടെ ദുഹ്റാന തിരുനാൾ 3 ദിവസങ്ങളിലായി ആഘോഷിക്കും. മെൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ നടക്കുന്ന ആഘോഷ പരിപാടികളുടെ ഭാഗമായി ജൂലൈ 2-ന് മാർത്ത് മറിയം വലിയ പള്ളിയുടെ മുമ്പിലുള്ള കരിങ്കൽ കുരിശ് തറയ്ക്ക് മുന്നിൽ മുല്ലത്തൈകൾ നടും. റൂണോ വർഗീസ് കശീഷ ദുഹ്റാന തിരുനാളിന് തുടക്കം കുറിക്കും. ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ തരൂർ AUP സ്കൂളിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. തരൂർ AUP സ്കൂൾ പ്രധാനാധ്യാപിക ബിന്ദു ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പഴമ്പാലക്കോട് PHCയിലെ സിസ്റ്റർ ദീപ ബോധവൽക്കരണ ക്ലാസിന് നേതൃത്വം നൽകി. KG രാജേഷ് സംസാരിച്ചു. തുടർന്ന് എല്ലാ അധ്യാപകരും അവരുടെ ഭാഗമായുള്ള ഓർമ്മമരം വിദ്യാലയത്തിൽ സ്ഥാപിച്ചു. വായനാ വാരാചരണത്തിൽ അധ്യാപകനായ അച്ഛന്റെ പുതിയ പുസ്തകം പ്രധാന അധ്യാപകർക്ക് നൽകി പ്രകാശനം ചെയ്ത് മക്കളും കൂട്ടുകാരും. പഴമ്പാലക്കോട് ഹൈസ്കൂളിലെ അധ്യാപകനായ ഡോക്ടർ സംഗീത് രവീന്ദ്രന്റെ വേരുകൾ ചിരിക്കാറുണ്ട് എന്ന പുതിയ പുസ്തകമാണ് മക്കളായ സൂര്യനാരായണും സരയും കൂട്ടുകാരും ചേർന്ന് അധ്യാപകരായ മിനി, ബിന്ദു എന്നിവർക്ക് നൽകി പ്രകാശനം ചെയ്തത്. ഡോക്ടർ സംഗീത് രവീന്ദ്രന്റെ 9ാമത്തെ പുസ്തകമാണിത്. പഴമ്പാലക്കോട് SMM ഹൈസ്കൂളിലെ അധ്യാപകൻ PA നാരായണൻകുട്ടി, പ്രധാന അധ്യാപകന്മാരായ ബിന്ദു, മിനി, രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. തെക്കുംകര ട്രിച്ചി NIITയിൽ നിന്ന് MTech കെമിക്കൽ എഞ്ചിനീയറിംഗിൽ 1ാം റാങ്ക് നേടിയ ഫെബിൻ മാത്യുവിനെ തെക്കുംകര CT ദേവസി സ്മാരക ട്രസ്റ്റ് ഭാരവാഹികൾ വസതിയിലെത്തി അനുമോദിച്ചു. ട്രസ്റ്റ് ചെയർമാൻ PJ രാജു ഉപഹാരം നൽകി. പഞ്ചായത്ത് അംഗം ഷൈബി ജോൺസൺ, ട്രസ്റ്റ് ഭാരവാഹികളായ TA ശങ്കരൻ, AR കൃഷ്ണൻകുട്ടി, K ചന്ദ്രശേഖരൻ, തോമസ് പുത്തൂർ, TV പൗലോസ് തുടങ്ങിയവർ അനുമോദന ചടങ്ങിൽ പങ്കെടുത്തു. പഴയന്നൂപ്പാടം പേരയിൽ താമസിക്കുന്ന പുലയത്ത് മാത്യു, ഷേർലി ദമ്പതികളുടെ മകളാണ് ഫെബിൻ മാത്യു. ചരിത്ര സ്മാരകമായ പുന്നത്തൂർ കോവിലകം തകർച്ചയുടെ വക്കിൽ. പ്രഖ്യാപനങ്ങളുടെ കോട്ടകെട്ടി പൊക്കുന്നതല്ലാതെ സംരക്ഷിക്കുവാൻ ഗുരുവായൂർ ദേവസ്വം തയ്യാറാകാത്തതെന്ന് കെട്ടിടത്തിന്റെ നാശത്തിന് കാരണമാകുന്നത്. പുന്നത്തൂർ രാജവംശത്തിന്റെ ആസ്ഥാനമായിരുന്ന കോവിലകം 1975-ലാണ് ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്ത് ആനത്താവളമാക്കിയത്. 4 കെട്ട്, നടുമുറ്റം, കൊത്തുപണി എന്നിവയാണ് കോവിലകത്തിന്റെ പ്രധാന ആകർഷണം. ഗുരുവായൂർ കേശവൻ, ഒരു വടക്കൻ വീരഗാഥ, വെള്ളം എന്നീ സിനിമകൾ ഇവിടെയാണ് ചിത്രീകരിച്ചത്. 200 വർഷത്തിലേറെ പഴക്കം കണക്കാക്കുന്ന കോവിലകം ഇപ്പോൾ തകർച്ചാ ഭീഷണിയിലാണ്. കോടികൾ ചിലവഴിച്ച് സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് പറയാൻ തുടങ്ങിയിട്ട് കാലമേറെയായെങ്കിലും എപ്പോൾ വേണമെങ്കിലും നിലംപതിക്കാവുന്ന സ്ഥിതിയിലാണ് കെട്ടിടം. പല ഭാഗത്തും കഴുക്കോലുകൾ ദ്രവിച്ച് ഓടുകൾ വീണു തുടങ്ങി. ചോർച്ച ഒഴിവാക്കാൻ ഇരുമ്പ് ഷീറ്റ് മേഞ്ഞും ടാർപോളിൻ വലിച്ചുകെട്ടിയുമാണ് പരിഹാരം കാണുന്നത്. കോവിലകം സംരക്ഷണത്തിന് നിരവധി പദ്ധതികൾ ദേവസ്വം കൊണ്ടുവന്നെങ്കിലും എല്ലാം പ്രഖ്യാപനത്തിൽ ഒതുങ്ങുകയാണ് ഉണ്ടായത്. 2002-ൽ 50 കോടി രൂപയുടെ പദ്ധതിക്ക് DPR തയ്യാറാക്കിയെങ്കിലും പ്രാവർത്തികമായില്ല. ആനകളുമായി ബന്ധപ്പെട്ട മ്യൂസിയം ആരംഭിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും നടന്നില്ല. 2022-ൽ ആനത്താവളം സന്ദർശിച്ച മന്ത്രിമാരായ K രാധാകൃഷ്ണനും PA മുഹമ്മദ് റിയാസും കോവിലകം ചരിത്ര സ്മാരകമായി സംരക്ഷിക്കുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. കോടികളുടെ വരുമാനമുള്ള ഗുരുവായൂർ ദേവസ്വം അവഗണന തുടർന്നാൽ ഈ ചരിത്ര സ്മാരകം മണ്ണടിയാൻ അധികകാലം വേണ്ടിവരില്ല. കോവിലകം ദേവസ്വം ഏറ്റെടുത്തതിന്റെ സുവർണ ജൂബിലിക്ക് ദേവസ്വം പേരിനു പോലും പരിപാടി സംഘടിപ്പിക്കാൻ തയ്യാറാകാതിരുന്നത് ഭക്തജന സംഘടനകൾക്കിടയിൽ പ്രതിഷേധത്തിനിടയാക്കിയിട്ടുണ്ട്. TC വിനോസ്, ഗുരുവായൂർ. വാഴച്ചാലിൽ ഒഴുക്കിൽപ്പെട്ട കാട്ടാനയെ രക്ഷപ്പെടുത്തി. വാഴച്ചാൽ പാലത്തിന് താഴെ ചാലക്കുടി പുഴയിലായിരുന്നു സംഭവം. മറുകരയിൽ നിന്ന് പുഴയിലൂടെ കടക്കാൻ ശ്രമിച്ചതായിരുന്നു കാട്ടാന. പുഴയുടെ തുരുത്തിൽ എത്തിയതോടെ ആനയ്ക്ക് ഒരിടത്തേക്കും നീങ്ങാനായില്ല. വിവരമറിഞ്ഞ വനപാലകർ ആനയുടെ രക്ഷയ്ക്കെത്തി. പെരിങ്ങൽകുത്ത് ഡാമിന്റെ സ്ലൂയിസ് വാൽവ് താൽക്കാലത്തേക്ക് അടച്ച് പുഴയിലെ നീരൊഴുക്ക് നിയന്ത്രിച്ചു. ഇതോടെ ആന മറുകരയിലെ കാട്ടിലേക്ക് തിരിച്ചുപോയി. കാഞ്ഞാണി കാഞ്ഞാൻ കോളിലെയും മണലൂർ താഴം പടവിലെയും ബണ്ടുകൾ പൊളിച്ചു. അന്തിക്കാട് ബ്ലോക്ക് പരിധിയിലെ 5 പഞ്ചായത്തുകളിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനാണ് നടപടി. മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും പാടശേഖര ഭാരവാഹികളുടെയും സാന്നിധ്യത്തിലാണ് ബണ്ടുകൾ പൊളിച്ചത്. ചൊവ്വാഴ്ച കളക്ടറേറ്റിൽ സബ് കളക്ടറുടെ നേതൃത്വത്തിൽ നടന്ന MLA-മാർ ഉൾപ്പെടെയുള്ളവരുടെ സംയുക്ത യോഗത്തിലെ തീരുമാനപ്രകാരമാണ് നടപടി. ഒരു ബണ്ട് താൽക്കാലികമായി പൊട്ടിച്ചിട്ട് വെള്ളം വിടാനുള്ള ആവശ്യമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് നമ്മളന്ന് പറയേണ്ടായി.
അതുപോലെ തന്നെയാണ് മണലൂർ പടവിൻ്റെ ഭാഗത്തേക്കും ഇത് തുറന്നു വിടാൻ, ബണ്ട് പൊട്ടിച്ചുകൊണ്ട് തന്നെ തുറന്നു വിടാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞു. ഈ ബണ്ട് പൊട്ടിച്ച് വെള്ളം വിടാൻ ആവശ്യമായ തീരുമാനം അങ്ങനെ പൊട്ടിച്ചു വിടണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. എൻ്റെ ഓർഡർ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പം ഇന്ന് ഈ 2 ബണ്ടുകളും പൊട്ടിച്ച് വിടാനുള്ള നടപടി ഇപ്പോൾ സ്വീകരിച്ച് വരുന്നത്. പൊളിച്ച ബണ്ടുകൾ കൃഷിയിറക്കുന്നതിന് മുൻപ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള ചിലവ് അന്തിക്കാട് ബ്ലോക്കിലെ പഞ്ചായത്തുകൾ ചേർന്ന് വഹിക്കാനാണ് തീരുമാനം. ബണ്ടുകൾ പൊളിച്ചതോടെ ചാഴൂർ, പാറളം, അന്തിക്കാട്, അരിമ്പൂർ മേഖലയിലെ താഴ്ന്ന പ്രദേശങ്ങളിലെ വെള്ളക്കെട്ടിന് ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷ. എല്ലാ വർഷവും ഇങ്ങനെ ബണ്ട് പൊളിക്കൽ ആവർത്തിക്കുന്നത് ഒഴിവാക്കാൻ ഇവിടെ സ്ഥിര സംവിധാനമായി വിസ്തൃതിയേറിയ സ്ലൂയിസുകൾ സ്ഥാപിക്കണമെന്ന കാലങ്ങളായുള്ള ആവശ്യം ഇറിഗേഷൻ അധികൃതർ അവഗണിക്കുന്നതിൽ പ്രതിഷേധം വ്യാപകമാണ്. TCV തൃശൂർ. കൊടുങ്ങല്ലൂർ മേഖലയിൽ മഴ ശക്തം. കനോലി കനാൽ കരകവിഞ്ഞൊഴുകുന്നു. കൊടുങ്ങല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും നിരവധി വീടുകളാണ് വെള്ളത്തിലായിരിക്കുന്നത്. ഡാമുകൾ തുറന്നതും പുഴയിൽ ജലനിരപ്പ് ഉയരാൻ കാരണമായിട്ടുണ്ട്. നഗരസഭാ പ്രദേശത്തെ എൽത്തുരുത്ത്, കോട്ടപ്പുറം കോട്ട, പാലിയം തുരുത്ത്, കാവിൽക്കടവ്, ഉഴുവത്തുകടവ്, വയലാർ, ശ്രീനാരായണപുരം പഞ്ചായത്ത് പരിധിയിലെ ആല, ഗോത്തുരുത്ത് എന്നിവിടങ്ങളിൽ വെള്ളം കയറി. തീരദേശ റോഡും സമീപ പ്രദേശങ്ങളിലെ വീടുകളും വെള്ളക്കെട്ടിലാണ്. വയലാർ വാർഡിലെ സരോവരം അംഗൻവാടി വെള്ളത്താൽ ചുറ്റപ്പെട്ടു. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് മഴയുടെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ശക്തമായി കൊണ്ടിരിക്കുകയാണ് മഴ. പിന്നെ നമ്മളെ ഈ പെരിങ്ങൽ ഡാം തുറന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭീതിയിലും കൂടിയാണ് ഇപ്പോൾ ഇവിടെ തന്നെ കണ്ടില്ലേ, ഈ പരിസരത്ത് മൊത്തം ഒരു 19 വീടുകളുണ്ട്. അതും മൊത്തം വെള്ളത്തിലായിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പറഞ്ഞ് കേൾക്കുന്നുണ്ട് വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത്. അതുവരെ ആയിക്കൊണ്ടിരുന്ന മൊത്തം ഈ പരിസരത്തുള്ള ഒരു 19 വീടുകളുണ്ടാവും. അത് മൊത്തം വെള്ളത്തിലാവാൻ ചാൻസ് ഉണ്ട്. എന്ത് ചെയ്യുന്നൊരു ഇതിൽ അറിയാണ്ട് നിൽക്കണം ഇവിടുത്തെ ആൾക്കാർ. ആനാപ്പുഴ, അഞ്ചങ്ങാടി കിഴക്ക് ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ VR സുനിൽകുമാർ MLA സന്ദർശിച്ചു. മഴ തുടർന്നാൽ മറ്റൊരു പ്രളയത്തെ നേരിടേണ്ടി വരുമെന്ന ഭീതിയിലാണ് ഈ പ്രദേശം. TCV ന്യൂസ്, കൊടുങ്ങല്ലൂർ. വടക്കാഞ്ചേരി നഗരസഭാ സെക്രട്ടറി KK മനോജിനെ സ്ഥലം മാറ്റിയ നടപടി സ്വാഗതാർഹമെന്ന് കൗൺസിലർ K അജിത് കുമാർ പറഞ്ഞു. മനോജ് സെക്രട്ടറി ആയതിനു ശേഷമുള്ള എല്ലാ ഓഡിറ്റ് റിപ്പോർട്ടിലും മാനേജ്മെന്റിനെതിരെ പരാതിയുണ്ട്. സ്ഥലം മാറ്റം കൊണ്ട് മാത്രം കാര്യമില്ലെന്നും സെക്രട്ടറിയുടെ കാലത്ത് നടന്ന അഴിമതികൾ വിജിലൻസ് അന്വേഷിച്ച് കേസെടുക്കണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടു. സെക്രട്ടറിക്കൊപ്പം ഉണ്ടായിരുന്ന കരാറുകാർ, ഇടനിലക്കാർ, ജനപ്രതിനിധികൾ എന്നിവരെക്കുറിച്ചും അന്വേഷണം നടത്തണമെന്നും അജിത് കുമാർ ആവശ്യപ്പെട്ടു. വെള്ളത്തിൽ മുങ്ങിയത് മൂലം ഗതാഗതം നിരോധിച്ച മനക്കൊടി പുള്ള് റോഡിലൂടെ നിർദ്ദേശങ്ങൾ പാലിക്കാതെ സഞ്ചരിച്ച കാർ വെള്ളത്തിൽ മുങ്ങി. മണിക്കൂറുകൾക്ക് ശേഷം ക്രെയിൻ എത്തിച്ചാണ് കാർ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയത്. ബുധനാഴ്ചയായിരുന്നു സംഭവം. പുള്ളുപാടത്തെ റോഡിലെ വെള്ളത്തിൽ മണിക്കൂറുകളാണ് കാർ കുടുങ്ങിക്കിടന്നത്. ഈ പ്രദേശത്ത് റോഡിൽ അരയ്ക്കൊപ്പം വെള്ളമുണ്ട്. ചാലക്കുടി സ്വദേശിയുടെ കാർ മനക്കൊടി പുള്ളു റോഡിലൂടെ പെരിങ്ങോട്ടുകര ഭാഗത്തേക്ക് പോകുകയായിരുന്നു. പാടശേഖരത്തിലെ വെള്ളം റോഡ് കവിഞ്ഞ് ഒഴുകുകയാണ്. വെള്ളം കയറിയ റോഡിൽ മനക്കൊടി വാരിയം കോൾപ്പടവിന്റെ മോട്ടോർ ഷെഡിനടുത്ത് വെച്ച് വെള്ളം കയറി കാർ നിർത്തിയിടേണ്ടി വന്നു. കാറിലുണ്ടായിരുന്നവർ വെള്ളത്തിലൂടെ തിരികെ നടന്നുവന്ന് മനക്കൊടി അയ്യപ്പസ്വാമി ക്ഷേത്രത്തിന് സമീപമെത്തി അവിടെ ഉണ്ടായിരുന്നവരുടെ സഹായം തേടുകയായിരുന്നു. തുടർന്ന് ക്രെയിൻ വരുത്തിയാണ് വാഹനം വെള്ളം കയറിയ റോഡിലൂടെ വലിച്ച് ക്ഷേത്ര പരിസരത്ത് എത്തിച്ചത്. റോഡ് ഗതാഗതം നിരോധിച്ചുകൊണ്ടുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ടാണ് കാർ കടന്നുപോയതെന്ന് നാട്ടുകാർ പറഞ്ഞു. TCV തൃശൂർ. മഴ കനത്തതോടെ തകർന്നു വീഴാറായ വീട്ടിൽ ഒറ്റയ്ക്ക് കഴിഞ്ഞിരുന്ന വയോധികനെ സന്നദ്ധ പ്രവർത്തകരും സാമൂഹ്യനീതി വകുപ്പും ചേർന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി. അന്തിക്കാട് സ്വദേശി മണ്ണാന്തിണ്ടിയിൽ വീട്ടിൽ 84 വയസ്സുള്ള പ്രകാശനെയാണ് അനാഥാശ്രമത്തിലേക്ക് മാറ്റിയത്. പൊട്ടിപ്പൊളിഞ്ഞ വീട്ടിൽ പ്രകാശൻ ഒറ്റയ്ക്കാണ് താമസിച്ചിരുന്നത്. ഭാര്യ ഉപേക്ഷിച്ചുപോയി. മക്കൾ 2 പേർ ചെറുപ്പത്തിൽ മരിച്ചു. 3 മാസം മുൻപ് ഭക്ഷണത്തിനായി കഞ്ഞിയുണ്ടാക്കി ഇറക്കി വയ്ക്കുമ്പോൾ കലം മറിഞ്ഞു വീണ് പ്രകാശന് കാര്യമായ പൊള്ളലേറ്റിരുന്നു. പരസഹായമില്ലാതെ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ പ്രകാശന്റെ സംരക്ഷണം പുത്തൻ പീടികയിലെ കാരുണ്യ വെൽഫെയർ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി ഏറ്റെടുത്തു. പൊള്ളലിന്റെ ബുദ്ധിമുട്ടുകൾ മാറിയെങ്കിലും മഴക്കാലമായതോടെ പ്രകാശൻ താമസിക്കുന്ന വീടിന്റെ അവസ്ഥ കൂടുതൽ പരിതാപകരമായി. ഏതു നിമിഷവും നിലം പതിക്കാവുന്ന അവസ്ഥയിലായിരുന്നു വീട്. മഴ പെയ്തതോടെ വീടിന് ചുറ്റും വെള്ളക്കെട്ട് രൂപപ്പെട്ടു. ഇതോടെ പ്രകാശനെ സുരക്ഷിതമായ മറ്റൊരിടത്തേക്ക് മാറ്റാനായി കാരുണ്യയിലെ പ്രവർത്തകർ സാമൂഹ്യനീതി വകുപ്പിനെ സമീപിച്ചു. തുടർന്ന് സാമൂഹ്യനീതി വകുപ്പ് കൗൺസിലർ മാല രമണൻ, കാരുണ്യ വളണ്ടിയർമാരായ അബൂബക്കർ, ട്രീജോ, ഡെൽറ്റ, സിജി, അനൂപ്, നഴ്സുമാരായ ആതിര, വർഷ എന്നിവർ ചേർന്ന് പ്രകാശനെ മണലൂരിലുള്ള സെന്റ് ജോസ് ഹോമിലേക്ക് മാറ്റുകയായിരുന്നു. TCV തൃശൂർ.
ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പിലൂടെ 1,34,50,000 രൂപ തട്ടിയെടുത്ത കേസിൽ ഏജന്റായി പ്രവർത്തിച്ച പ്രതിയെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട് സ്വദേശി ചാലമ്പാട്ടിൽ വീട്ടിൽ ഷനൂദിനെയാണ് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഷെയർ ട്രേഡിംഗിൽ ലാഭം വാഗ്ദാനം ചെയ്ത് കാറളം കിഴുത്താണി സ്വദേശിയിൽ നിന്ന് 1,34,50,000 രൂപ തട്ടിയെടുത്ത കേസിലാണ് അറസ്റ്റ്. ചെങ്ങാലൂർ വളഞ്ഞുപാടത്ത് ലഹരിയിൽ വീട്ടിൽ അതിക്രമിച്ച് കടന്ന് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചയാൾ കിടപ്പുമുറിക്ക് തീയിട്ടു. കിടപ്പുമുറിയുടെ AC, അലമാരകൾ, അറ്റാച്ച്ഡ് ബാത്റൂം, ജനൽ ചില്ലുകൾ എന്നിവ തകർത്തു. വീട്ടിൽ നിന്നും 3.5 പവൻ തൂക്കമുള്ള സ്വർണ്ണമാലി മോഷണം പോയി. വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ഇയാളെ പുതുക്കാട് പോലീസിൽ ഏൽപ്പിച്ചു. ഇന്നലെ വൈകിട്ട് വളഞ്ഞുപാടം തുടങ്ങിൽ രവിചന്ദ്രന്റെ വീട്ടിലാണ് വരന്തരപ്പിള്ളി റൊട്ടിപ്പടി സ്വദേശി ശ്രീജിത്ത് ആക്രമണം നടത്തിയത്. നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ശ്രീജിത്ത് എന്ന് പോലീസ് പറഞ്ഞു. സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8,985 രൂപ, പവന് 71,880 രൂപ, വെള്ളി ഗ്രാമിന് 118 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 4,466 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. കൊടകരയിൽ ഇരുനില കെട്ടിടം തകർന്നു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. ബംഗാൾ സ്വദേശികളായ റബിയുൽ ഇസ്ലാം, അബ്ദുൾ അലി, റൂബൻ എന്ന് വിളിക്കുന്ന റബിയുൽ ഇസ്ലാം എന്നിവരാണ് മരിച്ചത്. കെട്ടിടം തകർന്ന സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് അർജുൻ പാണ്ഡ്യൻ. കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം സംബന്ധിച്ച് ജില്ലാ കളക്ടർമാരോട് പരിശോധന നടത്താൻ ആവശ്യപ്പെടുമെന്ന് മന്ത്രി കെ രാജൻ. അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ പരിശോധിച്ച് തൊഴിൽ വകുപ്പുമായി ചേർന്ന് നടപടികൾ സ്വീകരിക്കുമെന്നും മന്ത്രി. സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരും. ശക്തമായ കാറ്റിനും സാധ്യത. 5 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.